നവകേരള സദസ് ആലപ്പുഴ ജില്ലയിൽ പര്യടനം തുടരുകയാണ്. മാവേലിക്കര, കായംകുളം, ചെങ്ങന്നൂർ മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പര്യടനം നടത്തും. പ്രതിഷേധിച്ചവർക്ക് നേരെ ഇന്നലെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ മുഖ്യമന്ത്രിക്കും പോലീസിനുമെതിരായ പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. ശരണ്യ സ്നേഹജൻ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ശരണ്യ, ഇന്നിപ്പോൾ നവകേരള സദസ്സിന്റെ ജില്ലയിലെ അവസാന ദിവസമാണ്. വലിയ പ്രതിഷേധങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇന്നലത്തെ സംഭവം നമ്മൾ കണ്ടതാണ്. ഇന്നും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യതയാണോ കാണുന്നത്? ഒപ്പം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ ഇതിനടക്കം ഒരു മറുപടി പ്രതീക്ഷിക്കാം. രഞ്ജിനി, തീർച്ചയായും വലിയ പ്രതിഷേധങ്ങൾക്ക് തന്നെ ഇന്നത്തെ ദിവസവും വേദിയാകുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. കാരണം ഈ പ്രതിഷേധങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ടാണ് ഇന്നലെ ഉച്ചയ്ക്ക് 3:30 ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ സ്ക്വാഡിൽ നിന്നും വന്ന ആളുകൾ പ്രതിഷേധക്കാരെ മർദ്ദിച്ച സംഭവം. അത് വലിയ രീതിയിലൊരു പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇന്നലെ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ പ്രതിഷേധിച്ചിരുന്ന KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് AD തോമസിനെയും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ്യെയും മർദ്ദിക്കുകയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും അജയുടെ കൈക്ക് ഒടിവുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ സമാധാനപരമായ റോഡരികിൽ നിന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പിന്നീട് ലോക്കൽ പോലീസ് അവരെ പിടിച്ചുമാറ്റി അവരെ വരുതിയിലാക്കിയിട്ടും പിന്നാലെ വന്ന മുഖ്യമന്ത്രിയുടെ സ്ക്വാഡിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഗൺമാൻ അനിലാണ് ആദ്യം ഇറങ്ങി വന്ന ആ ചെറുപ്പക്കാരെ അടിക്കുന്നത്. അതിനുശേഷം ഉള്ള 6 അംഗ സംഘം അവരെ കീഴ്പ്പെടുത്തുകയായിരുന്നു. പോലീസുകാർക്കും ഇതിനിടയിൽ അരൂർ SIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ ആദ്യം പിടിച്ചു മാറ്റിയത്. അവർക്കും അടിയേൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ലോക്കൽ പോലീസ് അന്താളിച്ച് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ വളഞ്ഞിട്ടടിക്കുന്ന, താഴത്ത് വീണുകിടക്കുന്ന പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരെ വളഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സ്ക്വാഡിലുള്ള ഉദ്യോഗസ്ഥർ അടിക്കുന്ന സംഭവം ഉണ്ടായത്. ഈ ദൃശ്യങ്ങളടക്കം വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. ഒപ്പം തന്നെ അത് വലിയ വിവാദങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത മണിക്കൂറുകൾ പിന്നെ വലിയ പ്രതിഷേധങ്ങൾക്കാണ് ആലപ്പുഴ വേദിയായത്. കൈതവര ജംഗ്ഷനിലേക്ക് കടന്ന മുഖ്യമന്ത്രിയുടെ ബസ്സിന് നേരെ KSU പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒരുപോലെ പ്രതിഷേധിച്ചുകൊണ്ട് അവർ കരിങ്കൊടി ഉയർത്തി. അവിടെയും പോലീസും ഒപ്പം തന്നെ DYFI പ്രവർത്തകരും ഒരുമിച്ചാണ് ഈ പ്രവർത്തകരെ നേരിട്ടത്. തൊട്ടടുത്ത് തന്നെ ഉണ്ടായത് KPCC ജനറൽ സെക്രട്ടറി ജോബിന്റെ വീട്ടിലേക്ക് ഈ പ്രവർത്തകർ എത്തുകയും അവരെ ആ വീട് അടിച്ചു തകർക്കുകയും ചെയ്തു. രോഗാവസ്ഥയിലുള്ള ഭാര്യയെ കട്ടിൽ നിന്ന് വലിച്ചു താഴെയിട്ടു അടക്കമുള്ള ഗുരുതരമായ ആരോപണവും അവർ ഉന്നയിക്കുന്നുണ്ട്. ഈ സംഭവത്തിൽ ഒരാളെ മാത്രം, അതായത് പോലീസിന്റെ മൂക്കിൻ തുമ്പിൽ നടന്ന സംഭവത്തിൽ ഒരാളെ മാത്രം കസ്റ്റഡിയിലെടുക്കാൻ മാത്രമേ ഇതുവരെ വീടാക്രമിച്ച സംഭവത്തിൽ പോലീസിന് കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് നവകേരള സദസ്സ് 2ാം ദിനത്തിലേക്ക് കടക്കുന്നത്. ഇന്ന് ആദ്യം മാവേലിക്കര മണ്ഡലത്തിലാണ് ആദ്യ പരിപാടി നടക്കുക. മാവേലിക്കര മണ്ഡലത്തിൽ ആദ്യ പരിപാടി നടക്കുകയും അവിടെ മുഖ്യ പ്രതിനിധികളുമായി, സ്ഥലത്തെ പ്രധാന ആളുകളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച ഇപ്പോൾ ആരംഭിക്കും. ഒപ്പം തന്നെ പിന്നീട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാവുമെന്നുള്ള, ഇതിനകത്ത് മറുപടി പറയുമ്പോൾ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. കാരണം നമുക്കറിയാം, ജീവൻ രക്ഷാ മാർഗം എന്നൊക്കെ പറഞ്ഞ ആളുകളാണ്. അതിൽ എത്രമാത്രം ഈ ചെറുപ്പക്കാരെ തല്ലിയതിൽ മറുപടി ഉണ്ടാകും എന്നുള്ളതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും മാവേലിക്കരയിലെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. മാവേലിക്കരയിലും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. മാവേലിക്കര മാവേലിക്കര ഹൈസ്കൂളിന്റെ മതിൽ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട നഗരസഭയും CPM പ്രവർത്തകരും ഒക്കെയായി തമ്മിലുണ്ടായ സംഘർഷവും ദിവസങ്ങൾക്കുള്ളിൽ മതിലുകൾ പലതവണ അപ്രത്യക്ഷമായ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കനത്ത പോലീസ് സന്നാഹത്തിലാണ് മാവേലിക്കര സ്കൂളിന്റെ വേദി, നവകേരള സദസ്സ് നടക്കുന്ന വേദി. അതിനുശേഷം പിന്നീട് മാവേലിക്കരയിൽ നിന്നും കായംകുളത്തേക്കാണ് എത്തുക. കായംകുളത്ത് നിന്നും ചെങ്ങന്നൂരിൽ പര്യടനം പൂർത്തിയാക്കി ഇന്ന് ആലപ്പുഴ ജില്ലയിൽ നിന്നും നവകേരള സദസ്സ് പത്തനംതിട്ട ജില്ലയിലേക്ക് വൈകിട്ടോടുകൂടി കടക്കും. എന്തായാലും പ്രതിഷേധങ്ങൾ വലിയ തോതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് KPCC ജനറൽ സെക്രട്ടറിയുടെയും KSU പ്രവർത്തകരെയും ഒക്കെ വീടാക്രമിക്കുകയും വളഞ്ഞിട്ട് തല്ലുകയും ഒക്കെ ചെയ്ത സംഭവം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾക്ക് ഇന്നും ശക്തി പകരാനാണ് സാധ്യത. ശരി. നവകേരള സദസ്സ് ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കും. ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലെ പര്യടനം പൂർത്തിയാക്കിയാണ് തിരുവല്ലയിൽ പ്രവേശിക്കുക. തിരുവല്ല SS സ്കൂൾ ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ പ്രത്യേക പന്തലാണ് ജില്ലയിലെ ആദ്യ നവകേരള സദസ്സ് നടക്കുക. ഉച്ചയ്ക്ക് 2 മണിക്ക് മുതൽ തന്നെ പരാതികൾ സ്വീകരിച്ചു തുടങ്ങുമെന്ന് ജില്ലാ കളക്ടർ ഷിബു അറിയിച്ചു. 17-ാം തീയതി ആറന്മുള, റാന്നി, കോന്നി, അടൂർ മണ്ഡലങ്ങളിൽ നവകേരള സദസ്സ് പൂർത്തിയാക്കും.